ദൈവിക ദൃഷ്ടിയും സംരക്ഷണവും പരിപാലനവും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കും പ്രകാരം അത് ശ്രേഷ്ഠവും വിലയേറിയതുമാണ്. ദൈവിക ദൃഷ്ടി കൊണ്ട് തൻ്റെ ഭക്തന്മാരെ ദൈവം കാണുന്നു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അതെ, ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം എപ്പോഴും ബലവാനെന്ന് കാണിക്കാൻ കർത്താവിൻ്റെ കണ്ണ് നമുക്ക് ചുറ്റും സംരക്ഷണ വലയം തീർക്കുകയാണ്. ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ദൈവിക ദൃഷ്ടിപഥത്തിന് കീഴിൽ നമ്മെ കവർ ചെയ്യുന്നു, സംരക്ഷണം നൽകുന്നു, പരിപാലനം അയക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. അവൻ്റെ കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും കാൽ ഉലയിലിട്ട് പഴുവിച്ച് വെള്ളോടിന് സദൃശ്യവുമാകുന്നു. അതെ, അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുകളുള്ള സർവശക്തനാകുന്ന ദൈവം, തൻ്റെ ഭക്തന്മാരെ പരിപാലിക്കുന്ന ദൈവം, തൂവലുകൾ കൊണ്ട് തൻ്റെ ഭക്തന്മാരെ മറയ്ക്കുന്ന ദൈവം. അതെ, ആ ദൈവത്തിൻ്റെ ശക്തിയും പരിപാലനവും കരവലയവും ഏറ്റവും ശ്രേഷ്ഠവും മാന്യവും ഉന്നതവുമാണ്. ആ കരവലയത്തിന് കീഴിൽ വളരെ വ്യക്തതയോടെ കാത്തിരിക്കുവാനും നമ്മെ തന്നെ ഒരുക്കുവാനും നാം തയ്യാറാകുകയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും വേണം. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായുള്ള സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ വാർ ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. അതെ, ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവന് ലഭ്യമാകുന്ന പദവികളെക്കുറിച്ച് യോഹന്നാൻ പറയുകയാണ്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവിൽ ഒരുവൻ സ്നാനപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ കുറവുകൾ മുഴുവൻ മാറി ദൈവസന്നിധിയിൽ അവൻ കൃപയുള്ളവനായിത്തീരുന്നു. തീയിൽ സ്നാനപ്പെടുമ്പോൾ അവൻ്റെ മൂല്യച്യുതികൾ മുഴുവൻ മാറി അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു. ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ദൈവകൃപയിൽ മുന്നേറുവാൻ, ദൈവിക പരിപാലനത്തിന് കീഴിൽ നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.